അപ്പൊ നമ്മൾ ദ്വീപിലെത്തിട്ടാ ഈ ആൾക്കാരെ ഇങ്ങനെ വലിയ കപ്പലിൽ നിന്ന് ചെറിയ ബോട്ടിലേക്കൊക്കെ നോക്കിയാലോ. അപ്പൊ വലിയ കപ്പലിന് അടിഭാഗത്ത് ഡോർ ഉണ്ട്, അവിടെ ഓപ്പൺ ആക്കിയാൽ നമ്മൾ നേരെ ചെറിയ ബോട്ട് കയറട്ടാ. ആ ചെറിയ ബോട്ട് കയറിയിട്ടാണ് നമ്മൾ എന്താക്കുക ദ്വീപിലേക്ക് പോവുക. ദ്വീപിലേക്ക് ഒരിക്കലും വലിയ കപ്പൽ അടുക്കൂല കേട്ടോ. ചില ദ്വീപുകളിൽ അടുക്കും, ഈ ഞാൻ പോണ ദ്വീപ് അടുക്കൂല, അടി തട്ടുന്നുണ്ട്. അങ്ങനെ ഒരു ഏരിയ വരെ പോകുള്ളൂ, പിന്നെ അവിടെ നിന്ന് ചെറിയ ബോട്ടിൽ വേണം നമ്മൾ ദ്വീപിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ കുറച്ച് ആൾക്കാരെ ഇതേമാതിരി ചെറിയ ബോട്ടിലാക്കിയിട്ട് ദ്വീപൊക്കെ എത്തിക്കും, എന്നിട്ട് ഓല് റിട്ടേൺ വരും. അതുപോലെ 2-3 ടീം ഉണ്ടാവും. ആ കാണുന്ന 2 കുറ്റി ഉണ്ടില്ലേ, അതാണ് ഇതിലേക്കുള്ള എൻട്രൻസ് കേട്ടോ. അതിലൂടെ മാത്രമേ കയറാൻ പറ്റുള്ളൂ, മറ്റേ അടിഭാഗം തട്ടും. ഒരു ദ്വീപിന്റെ ഒരു ഏരിയ ഉണ്ട്, ആ ഏരിയ ലഗോൺ ഏരിയ എന്ന് പറയും. അതായത് ഒരു ഏരിയയിൽ മാത്രം, ഈ ഏരിയ മൊത്തത്തിൽ ഒരു ദ്വീപിന് ചാരി ഒരു ലഗോൺ ഏരിയ എന്ന് പറയാം. ലഗോൺ ഏരിയൻ്റെ ഒരു എൻട്രൻസ് ആണ് ആ കണ്ട 2 കുറ്റി. കുറ്റിനുള്ളിൽ കൂടെ മാത്രമേ കയറാനുള്ളൂ. എല്ലാത്ത സൈഡിൽ കൂടെ കയറി കഴിഞ്ഞാൽ അടിഭാഗം ഫുൾ കല്ലായതുകൊണ്ട് ഫുള്ള് തട്ടും. അപ്പോൾ ആ ബോട്ട് പോയി അടുത്ത ബോട്ട് വന്നിട്ട് ആൾക്കാരെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരെ ലഗേജുകളും കുറച്ച് ആൾക്കാരായി കഴിഞ്ഞാൽ ഒരു പോകും, പിന്നെ അടുത്ത ആൾ. അങ്ങനെ എവിടെ ഇറങ്ങണം, എല്ലാവരും ഇറക്കിയതിൻ്റെ ശേഷം മാത്രം ലഗേജ് ഇറക്കാനുണ്ടാവും കേട്ടോ. കാർഗോ ഉണ്ടാവും, കാർഗോ കുറേ പച്ചക്കറികൾ ഉണ്ടാവും, പിന്നെ പല സാധനങ്ങളും ഇവിടേക്കുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ വരലും ഇതേമാതിരി ബോട്ടുകളിലെ കപ്പലിലാട്ടോ. അപ്പൊ ഈ കപ്പലിൽ എന്തെന്ന് വെച്ചാല് ദ്വീപിൽ നിന്ന് വേറെ ദ്വീപിക്ക് പോകുന്ന ആൾക്കാർ ഈ കപ്പലിൽ കയറും ചെയ്യൂട്ടാ. ഇനി ഈ കപ്പൽ പോകണമെന്ന് അടുത്ത ദ്വീപിക്ക് ബിത്ര എന്ന ദ്വീപിക്ക് പോകുന്നുണ്ട്. അപ്പൊ ബിത്രേക്കുള്ള ആൾക്കാർ ഈ ദ്വീപിൽ നിന്ന് ചിത്രദ്വീപിലപ്പോൾ നമ്മൾ എത്തിയത്. ചിത്രത്തിൽ നിന്ന് നമ്മൾ ബിത്രേക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും, ഒരു ദ്വീപ് കയറും ചെയ്യൂട്ടാ. ഈ കപ്പൽ ഇനി ബിത്രേ പോയിട്ട് നാളെ റിട്ടേൺ പിന്നെ ഇങ്ങോട്ട് കിൽത്താൻ ചിത്രത്തിൽ തന്നെ വരും, പിന്നെ കിൽത്താനിൽ പോയിട്ട് നേരെ കൊച്ചിക്ക്. അങ്ങനെയാണ് ഇതിന്റെ ഷെഡ്യൂൾ കേട്ടോ. കപ്പൽ ദ്വീപിൽ നിന്ന് ഒരുപാട് ദൂരമായിട്ട് നിർത്തിയിട്ടിരിക്കണേ, എത്ര വരെ പോവുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് ചെറിയ ബോട്ടിലേ പോകുള്ളൂ കേട്ടോ. ദൂരമുണ്ട്, കുറച്ച് ദൂരമുണ്ട് പോകാൻ. കപ്പൽ വന്ന് നിൽക്കാൻ ഒരു സ്ഥലം കണക്കുണ്ട്, ആ സ്ഥലത്ത് നിൽക്കുള്ളൂ കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനാലും പോകാൻ കഴിയില്ല കപ്പൽ. കപ്പൽ ഇവിടെ നിന്നിട്ട് ചെറിയ ബോട്ട് വന്ന് പോകും. അങ്ങനെ ഏകദേശം ആൾക്കാരൊക്കെ ദ്വീപിലെത്തിയിട്ട് ഇനി നമ്മൾ ചരക്ക് ഇവിടെ ഇറക്കുന്നുണ്ട് കേട്ടോ. ഈ കാണാൻ ബാർജ് ഉണ്ടല്ലേ, ഇതിനുള്ളിലാണ് ചരക്ക് കൊണ്ടുവരുന്നത്. ഇങ്ങോട്ടുള്ള ചെറിയ സാധനങ്ങൾ ക്രെയിൻ ആൾ കയറിയാണ്ട് ഓപ്പറേറ്റ് ചെയ്തിട്ട് ഈ സാധനമൊക്കെ ഇറക്കും. അതിന് ശേഷമാണ് പിന്നെ ഇതിന് നേരെ ക്രെയിൻ ഉണ്ടാവും, അടിയിൽ സാധനങ്ങളുണ്ടാവും, ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. സാധനങ്ങൾ ഇതേമാതിരി കെട്ടിയിട്ട് നേരെ ആ ചെറിയ ബോട്ടിക്ക് ഇറക്കിയിട്ട് അതും കൂടി ദ്വീപിക്കുള്ളതാണ്. അതും കൂടെ ഒക്കെ ഇറക്കി എല്ലാം ലാസ്റ്റാണ് ഈ കപ്പൽ ഇവിടുന്ന് പോകുള്ളൂ കേട്ടോ. ഈ കപ്പലിൻ്റെ ഉള്ളിലാണ് ഫ്രണ്ട് ഭാഗം കേട്ടോ. അപ്പോൾ ക്രെയിനൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. എല്ലാ സംവിധാനങ്ങളും ഈ കപ്പലിലുണ്ട് കേട്ടോ. സാധനമൊക്കെ എടുത്ത് പോക്കാനൊന്നും ഒക്കെ ക്രെയിൻ ആയതുകൊണ്ട് ഭയങ്കര സുഖം കേട്ടോ.
അപ്പോൾ ചരക്ക് കയറ്റിയതിന് മുമ്പ് ആ ക്രെയിൻ്റെ കമ്പി നേരെ ചരക്ക് കൊണ്ടുപോകണ ബോട്ടിൽ ഇറക്കിയിട്ട് അതിനൊരു കമ്പി പുറത്തേക്ക് വെക്കണം. ടൈമിൽ എന്തൊക്കെ സാധനം കിട്ടിയിട്ട് ഇങ്ങോട്ട് റിട്ടേൺ വിടാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ. ചരക്കിനായിട്ട് വേറെ തന്നെ ചെറിയ ബോട്ടാട്ടോ. മറ്റേ ആൾക്കാർ പോകുന്നത് വേറെ ടൈപ്പും ചരക്കിന് വേറെ ടൈപ്പ് ബോട്ടുകളാണ് വരുന്നത് കേട്ടോ. ചരക്ക് മാത്രം കയറ്റാനുള്ളതാണിത്. കാരണം ഒരുപാട് സ്ഥലം ഉണ്ടല്ലോ, വലിയ ബോട്ടുകളാണ്. അപ്പോൾ കണ്ട നെച്ചിരി സാധനം കയറ്റുന്നുണ്ട്. ഞങ്ങൾ ഓരോ പെട്ടികൾ വെക്കുന്നുണ്ട്. അങ്ങനെ പെട്ടി ലോഡാക്കി സെറ്റാക്കിയിട്ട് കൊച്ചിയിൽ കയറ്റി വിട്ടാൽ കേട്ടോ. നേരെ ഓരോ പെട്ടി എത്തിച്ച് കയറ് കെട്ടിയിട്ട് നമുക്ക് ചെറിയ ബോട്ട് കാക്കും കേട്ടോ. അപ്പോൾ ഏകദേശം സാധനങ്ങളൊക്കെ കപ്പൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ചെറിയ ബോട്ട് കയറ്റി സാധനങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ ഞാൻ ദ്വീപൊക്കെ പോകും കേട്ടോ. ഫുഡ് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കയറ്റി കഴിഞ്ഞാൽ നേരെ കപ്പലിൻ്റെ ഫ്രണ്ടിലാണ് ഈ ബാർജ് കിടക്കുന്നത് കേട്ടോ. അതായത് ഈ സ്റ്റോറേജ് സ്പേസ് അത് അടക്കുന്ന രൂപമാണ് കാണുന്നത്. അപ്പം ഇനി കപ്പൽക്ക് നമ്മൾ പോകുന്നതിൻ്റെ വീഡിയോ ഉണ്ട്. അത് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ യൂട്യൂബ് കയറി കാണണം. ഇത് മഴ ഉള്ളിലേക്ക് വെള്ളം കയറാൻ വേണ്ടി ഇതിന് അടപ്പുണ്ട് കേട്ടോ. അടപ്പാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യും.